ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. ഇന്ന് ഇപ്പം രാവിലെ എണീച്ചുള്ളൂ ഗൈസ്. രാവിലെ ഇനിയിപ്പം നേരെ എയർപോർട്ടിൽ പോയി ഷാസിനെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഐ ഹോപ്പ് ഈ സേഫ്. അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു അൺസർട്ടൺ സിറ്റുവേഷനാണ് അവിടെയൊക്കെ GCC കൺട്രീസിലേക്ക്. അപ്പം ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് അവിടുത്തെ വാറും പരിപാടികളും കോൺഫ്ലിക്റ്റൊക്കെ എത്രയും പെട്ടെന്ന് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഗൈസ്. ബിക്കോസ് സോ മെനി പീപ്പിൾ ആർ ഗെറ്റിംഗ് എഫക്റ്റഡ് ബൈ ഇറ്റ്. അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ച് അവൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് വീണ്ടും അവിടെ വാർണിംഗ് ഒക്കെ വന്നതായിരുന്നു, ബിക്കോസ് മിസൈൽ ഇൻ്റർസെപ്റ്റിംഗ് ഒക്കെ നടന്നല്ലോ. സോ ഐ ഹോപ്പ് ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് അങ്ങ് തീർന്നാൽ മതി എന്നുള്ളൊരു ഒറ്റത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നൊരു സേഫ്റ്റി അവിടെ ഇല്ലല്ലോ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. ഒരു സമാധാനം ഉണ്ടായിരുന്നു അവിടെ നാട്ടിൽ ഇരുന്ന സമയത്ത്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നോക്കട്ടെ. ആൻഡ് നമുക്ക് നോക്കാൻ കഴിയും. ആദ്യം കൊണ്ടൊന്ന് എയർപോർട്ടിൽ വിട്ടതിന് ശേഷം എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ട്, എൻ്റെ ഈ നെക്ക് പെയിൻ്റെ. അപ്പം അതൊന്ന് സോൾവ് ആക്കാതെ എൻ്റെ ഉറക്കം ശരിയാവില്ല. സോ ദാറ്റ്സ് ദ മെയിൻ പരിപാടി ഇന്നത്തെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വേറെ പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം ഗൈസ്. ടുഡേ ഓൺവേർഡ്സ് നോർമൽ വ്ലോഗ്സ് സ്റ്റാർട്ട്സ്. ഐ വിൽ ട്രൈ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യാനോ സംഭവങ്ങളെല്ലാം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ലെറ്റ്സ് സീ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് പുതിയ വ്ളോഗ്സ് ചെയ്യാം. ബിരിയാണിയുടെ കേസ് ഞാൻ കാത്തിരുന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസം നമ്മൾ കൊടുക്കുക എന്നുള്ള പ്ലാനിലാണ് കേസ്. അപ്പോൾ ഈ ഒരു മാസം തന്നെ നമുക്ക് നോക്കാം. ലെറ്റ്സ്. ഷാസും കൂടെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവനും ഞാൻ പറഞ്ഞില്ലേ സമയമില്ലാത്ത ഇതായിപ്പോയി. ഓട്ടോ ആയിരുന്നു, അപ്പം അതൊന്നും നടന്നില്ല. നോക്കാം ഗൈസ്. ഞാനും കാർത്തിയും കൂടെ ഇറങ്ങാം ഈ ഒരു പരിപാടിക്ക്. അപ്പം അത് ഉടനെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ ഗൈസ് കൊണ്ട് അവനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ബൈ. എങ്ങനെ ഗൈസ് അവനെ പറഞ്ഞു വിടുകയാണ് നമ്മൾ. യുദ്ധഭൂമിയിലോട്ട് വീണ്ടും ബഡൻ പോകുന്നു. അത് ശരിയാണ്, ഓൾമോസ്റ്റ് സോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ പഴയ ഒരു സിറ്റുവേഷൻ ആവായിരുന്നു. അറിയാം, ഡെബ്രിയൊക്കെ വീഴാതെ ബാക്കി സീനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഒത്തുതീർപ്പിൽ വന്ന എല്ലാ സമയവും അതെ, ആ ഒത്തുതീർപ്പിന് വേണ്ടിയാണ് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു അൺസർട്ടൺ പരിപാടിയാണ്. എപ്പോൾ അവിടെ അടി കിടക്കും, എപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാകും, അതൊന്നും ഞാൻ പറയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തീരട്ടെ, എന്നിട്ട് സമാധാനമായിട്ട് എല്ലാവർക്കും വരാൻ പറ്റട്ടെ. അതെ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്മൂത്തായിട്ട് വരാൻ പറ്റട്ടെ എന്നുള്ളൊരിതാണ്. ഫ്ലൈറ്റും എനിക്ക് തോന്നുന്ന കുറച്ച് സീനാണ് എല്ലായിടത്തും. അപ്പോൾ എന്തായാലും എമിറേറ്റ്സ് മാത്രമേ ഉള്ളൂ, ബാക്കി സർവീസ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ ഭയങ്കര പഴയതുപോലെ ഒന്നും ഇല്ല ഗൈസ്, കുറച്ചിത്തിരി സീനാണ് അവിടെ. അപ്പോൾ എന്തായാലും ലെറ്റ്സ് സീ ഗൈസ്. ഞങ്ങളുടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഗൈസ് ഷാസ് പോവുകയാണ്. അപ്പോൾ ഇനി കാണാൻ അടുത്ത ഓഗസ്റ്റിൽ കാണാം. നേരെ പോയിട്ട് വരാം. ടാറ്റാ ബൈ. അപ്പോൾ ഗൈസ് ഷാസിനെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. 10 മണിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കാണിച്ച് ഉറക്കത്തിൻ്റെ പ്രശ്നവും ഇക്കഴുത്തിൻ്റെ വേദനയും മാറ്റാനുള്ള പരിപാടികളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ പറയില്ല, അതിങ്ങനെ കിടക്കും തോറും എനിക്ക് ബാക്കി ആക്റ്റീവ് ആവാനുള്ള ഇത് കിട്ടുന്നില്ല. മനസ്സിലായില്ലേ? ഭ്രാന്താവുന്നു, എനിക്ക് മടിയും കയറുന്നു. അതാണ്. പിന്നെ വർക്കൗട്ടൊക്കെ തുടങ്ങിയതോടുകൂടി അത് കുറച്ചൊന്ന് ധൈര്യമായിട്ട് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവണമല്ലോ. മറ്റേ നമുക്ക് പേടിയായിരിക്കും ഇപ്പം കഴുത്ത് പ്രശ്നമാവോ ഇല്ലേ എന്നുള്ളത്. സോ ലെറ്റ്സ് സീ ഗൈസ്, അതൊന്ന് സോർട്ടാക്കാം. ഇറ്റ്സ് എ നൈസ് മോർണിംഗ് ഗൈസ്. താജ് എനിക്ക് ഇഷ്ടമുള്ളൊരു ഹോട്ടലാണ് താജ്. ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല ഫുഡാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ കഴിച്ചിട്ടുള്ളപ്പോഴൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ സാധനങ്ങൾ. അല്ല, ഇപ്പം ഇവിടെ ഒരു മോള് വരുന്നുണ്ട് കേസ്. അപ്പം മൾട്ടിപ്ലക്സും സാധനങ്ങളും എല്ലാം ഉള്ളൊരു വലിയൊരു സംഭവമാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കുറച്ചുകൂടെ. അപ്പോൾ ഈ സൈഡിലോട്ടും കുറച്ചൊന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റുമല്ലോ. അടിപൊളി. അവിടെ തന്നെ ട്രെയിനൊക്കെ പോകണുണ്ട്, എനിക്ക് കാണാൻ പറ്റില്ല. ഇത് തന്നെ വൈഡ് ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും കാണിച്ചു തരാൻ പറ്റില്ല ഗൈസ്. അല്ല, ഐഫോണും ആയിരുന്നെങ്കിൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷേ അതർവൈസ് വി ക്യാൻ ഡു എനിത്തിങ്. അപ്പോൾ ഇനി എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നേരെ ഹോസ്പിറ്റലിൽ പോകണം. അത് എനിക്കൊന്ന് ഷേവ് ചെയ്യണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേസ്. ഇന്ന് കുറച്ചൊന്ന് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊന്ന് ഹെൽത്ത് കോൺസെൻട്രേറ്റ് ചെയ്യണം. ദാറ്റ്സ് മൈ പ്ലാൻ. ഇതാണെന്ന് തോന്നുന്നു ഷോപ്പിംഗ് സെൻറ്ററിൻ്റെ സൈറ്റ്. കാണുന്ന അവിടെ പണി നടക്കുന്നുണ്ടോ? ഐ തിങ്ക് ദിസ് ഈസ് ഇറ്റ്. കൊച്ചി കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ആവാനുണ്ട്. നൈറ്റ് ലൈഫ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് റെസ്പോൺസിബിളായിട്ട് അത് നടന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സിറ്റിക്ക് നല്ലതായിരുന്നു. ആൾക്കാർക്ക് ഒരു എൻജോയ്മെൻ്റ് ആവും. പക്ഷേ ഇത് ഞാൻ പറയില്ലേ നൈറ്റ് ലൈഫ് മൊത്തം കുളമാക്കാൻ വേണ്ടി കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളെ നാട്ടിലെ പ്രശ്നം. ഒന്നും അതിനെ അങ്ങോട്ട് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യാൻ അറിയത്തില്ല. എന്തെങ്കിലും ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണം. ദാറ്റ് ഈസ് ദ പ്രോബ്ലം വിത്ത് അവർ സ്ഥലത്തിൻ്റെ. അതായത് ബാക്കിയുള്ളവരുടെ ഒരു മര്യാദയ്ക്ക് അതിനെ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യുന്നവർക്കും കൂടെ കുളമാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ച് പേര് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഈ റെയ്ഡും പരിപാടികളൊക്കെ നടക്കേണ്ടി വരുന്നതും സമയത്തിൻ്റെ കർഫ്യൂവും എല്ലാം വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബോധവും ബുദ്ധിയും വരണം കേസ്. കുറച്ച് റെസ്പോൺസിബിൾ ആവണം. അങ്ങനെ പിന്നെ നമ്മളെ എലക്ഷൻ്റെ കേസ്
എന്താവും എന്നറിയില്ല ഗൈസ്. കോൺഗ്രസ് എല്ലാവരും വോട്ട് ചെയ്ത് അധികാരത്തിൽ കയറ്റിയപ്പോൾ ഇപ്പോൾ അവിടെ പ്രശ്നം. എൻ്റെ ഒരു ഇതിലും വി ഡി സതീശൻ വരണമെന്നാണ് ഗൈസ്. ബിക്കോസ് പുള്ളി അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ അറിയാമെന്നുള്ളൊരു പൊളിറ്റീഷ്യനാണ്. സോ ഐ ആം ഷുവർ ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് ഇപ്പോൾ ഇത്രയും 10 വർഷം ഭരിച്ച ഒരു ഗവൺമെൻറ്റിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ടേക്ക് ഓവർ ചെയ്യുമ്പം ഇറ്റ്സ് ഗോയിങ് ടു ബി കുറച്ചൊത്തി ചലഞ്ചിങ് ആണ്. നമ്മൾ അതിനെ എക്സെൽ ചെയ്യണ ഒരു ഗവൺമെൻറ് ആയിരിക്കണം. അപ്പോൾ എന്തായാലും പുള്ളിയെ പോലുള്ള ഒരാളാകുമ്പം അത് കുറച്ചുകൂടി ഈസിയാണ്. ആൾക്കാരുമായിട്ട് ഒരു നല്ല കണക്ഷൻ ഉണ്ട്. പുള്ളി ഭയങ്കര പ്ലസൻ്റ് ആണ്. അത്യാവശ്യം ആൾക്കാരുമായിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഹി ഈസ് ഗുഡ് വിത്ത് പീപ്പിൾ, മാനേജ്മെൻറ്റും പീപ്പിൾ സ്കിൽസ് നല്ല രീതിയിലുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ സത്യം പറഞ്ഞാൽ ഓൾറെഡി ഈ ഒരു ഓപ്ഷനായിട്ട് ഇരിക്കുമ്പം നമ്മൾ വേറെ ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല. ഈസ് യങ് ഓൾസോ. ഇപ്പം എല്ലാവരും യങ്സ്റ്റേഴ്സ് ആണ്. പൊളിറ്റിക്സിലായാലും പഴയകാലം പോലെ അല്ല. ഇപ്പം ഈ അണികളെ നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും യങ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു ആൾക്കാരെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീതിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ സ്വീകാര്യത ഉള്ള ആൾക്കാരെ വേണം എടുക്കാനായിട്ട്. ജനങ്ങൾക്ക് വേണ്ടതും കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ഒരു CM-നെയാണ്. മനസ്സിലായില്ലേ? പുള്ളി നല്ല രീതിയിൽ നല്ല ആക്റ്റീവ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻഡ് ഹി ഈസ് ഗുഡ് വിത്ത് ഹിസ് പൊളിറ്റിക്കൽ പ്രഡിക്ഷൻസ് ആൻഡ് എവറിത്തിങ്. സോ ഞാൻ വേണം ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ അങ്ങ് പുള്ളി അങ്ങ് എലക്ട് ചെയ്യുക. ഇപ്പം എന്തായാലും പുതിയ സർക്കാരായി. ഇനിയിപ്പോൾ അതിൻ്റെ പുറത്ത് കിടന്ന് ഒരു ഡിബേറ്റിൻ്റെ ആവശ്യമില്ല. ഹൈക്കമാൻഡ് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ജസ്റ്റ് ഒന്ന് തീരുമാനിക്കുക, പുള്ളിയെ അങ്ങോട്ട് ഇതങ്ങ് ഏൽപ്പിക്കുക. ലെറ്റ് ഹിം ഡു ഹിസ് തിങ്. ഇത്രയും 5 വർഷം കൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഭരണം പിടിച്ചെടുത്ത് പുള്ളി ഒരു മാസ്റ്റർ ബ്രെയിൻ തന്നെയായിരുന്നു. അത് വേറെ ഒരാൾക്കും ഒരു സംശയമില്ല. എനിക്ക് തോന്നുന്നു പാർട്ടി ഹൈക്കമാൻഡിനും ഒരു സംശയം കാണൂല. സോ വൈ നോട്ട് ഗീവ് ഹിം ദ പവർ. പുള്ളി ഇപ്പം പ്രതിപക്ഷത്ത് ഇരുന്നിട്ട് ഇത്രയും ചെയ്യാന്നുണ്ടെങ്കിൽ CM ആവുമ്പോൾ എനിക്ക് തോന്നുന്നു പുള്ളി ഹാവ് സോ മച്ച് ഓഫ് വിഷൻ ആൻഡ് പ്ലാൻസ് ഫോർ ദ സ്റ്റേറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തായാലും ഒരു ചാൻസ് കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരെന്താണ് തീരുമാനം എടുക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ലെറ്റ്സ് സീ ഗൈസ്. ഞാൻ വീട്ടിൽ എത്തിയിട്ട് എന്തായാലും വരാം. ബൈ ഗൈസ്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഗോപൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഗൈസ്. സ്റ്റൈലെക്സ് പനമ്പള്ളി. ജസ്റ്റ് ഒന്ന് ബിയേഡ് ട്രിം ചെയ്യാൻ. ഇത് കഴിഞ്ഞിട്ട് ദിയ ഇവിടെ ഏതോ ഒരു ഫെയർ, എന്തോ ലേഡീസ് ഫെയർ ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മൾ അവന്യൂ സെൻറ്ററിൽ എന്തോ ഒരു പരിപാടി നടക്കുന്നെന്ന് പറഞ്ഞു. അപ്പം ഒരു എക്സിബിഷൻ പോലെ. അപ്പോൾ അവിടെ പോയി എന്താണ് ആ സംഭവം എന്നുള്ളതെന്ന് നോക്കാം ഗൈസ്. ഫുഡൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അവിടെ ഫുഡ് ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കഴിക്കാം ഗൈസ്. അപ്പോൾ അതാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും ആദ്യം ഒന്ന് ബിയേഡ് ഒന്ന് ട്രിം ചെയ്തിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും. അങ്ങനെ ഗൈസ്, നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൽ വന്നേക്കണം. ആ ഫെയറിൽ പോയില്ല, ബിക്കോസ് നല്ല തിരക്കാണെന്ന് പറഞ്ഞു. ഞാനിവിടെ ഫ്രഞ്ച് ടോസ്റ്റിൽ വന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനില്ല. അപ്പോഴേക്ക് ദിയ വരാമെന്ന് പറഞ്ഞു. സോ ഇവിടെ ഒരു മൾബറി ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊരു സാധനം പുതുതായിട്ട് വന്നു തോന്നുന്നു. അപ്പോൾ അതും പറഞ്ഞു. സോസേജ് റോൾ ഇവിടുത്തെ നല്ലതാണ്. അപ്പോൾ അതും നൈസായിട്ട് പറഞ്ഞു. ഹായ് പറഞ്ഞു. ശരനോട് ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു ഹായ് പറയുന്നതാണ് ഗൈസ്. അപ്പം എനിവേസ് ഞാൻ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ടിരിക്കാം. ലൈറ്റ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൾബറി ഫ്രഞ്ച് ടോസ്റ്റ് കുറച്ച് ഹെവിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതും കഴിച്ച് ഒരു കോൾഡ് ബ്രൂവും പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അവളെ കാണാം, എന്നിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ ശരി ഗൈസ്, ഇത് ഫുഡ് വരട്ടെ, അങ്ങനെ തരാം ഗൈസ്. ലൈറ്റ് സ്നാക്ക് നിങ്ങൾക്ക് ഫ്രഞ്ച് ടോസ്റ്റിൽ നിന്ന് വേണമെങ്കിൽ ഈ സോസേജ് റോൾ ഓപ്റ്റ് ചെയ്യുക. കിടിലൻ ടേസ്റ്റാണ്. അകത്ത് സോസേജിൻ്റെ ഫില്ലിംഗ് ഒക്കെ ചെറുതാണ്, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. മനസ്സിലായില്ലേ? ട്രൈ ഇറ്റ് ഗൈസ്. നല്ല ടേസ്റ്റ് ഗൈസ്, കൊള്ളാം. സോസേജ് റോൾ ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനം. അപ്പോൾ അടുത്ത് നമ്മൾ സ്ട്രോബെറി അല്ല, മൾബറി ഫ്രഞ്ച് ടോസ്റ്റ് വേണ്ട ഗൈസ്. വെറൈറ്റീസ് ആണ്. ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടില്ല മൾബറി, അതും ഫ്രഞ്ച് ടോസ്റ്റ്. സോ ലെറ്റ്സ് സീ. അങ്ങനെ ഗൈസ്, ഇതാണ് മൾബറി ഫ്രഞ്ച് ടോസ്റ്റ്. ഇത് കുറച്ച് സീസണലാണ് ഗൈസ്. അപ്പം ഇത് എപ്പോഴും കിട്ടണമെന്നില്ല. സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് പോലെയൊക്കെ തന്നെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ട്രൈ ചെയ്യുന്നതിന് മുമ്പേ ആദ്യം കുറച്ച് ഫോട്ടോ എടുക്കട്ടെ ഗൈസ്. അത് കഴിഞ്ഞ് വരാം. പക്ഷേ ഏതായാലും ഹെൽപ്പിനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ തൽക്കാലം ഇത് സ്റ്റാൻഡിൽ വെച്ചാണ് കഴിക്കുന്നത്. ഇതാണ് സാധനം. അത് മുറിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ 2 കൈയും വേണം ഗൈസ്. സോ തൽക്കാലം ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ആടി വീഴുമെന്നുള്ളതാണ് എൻ്റെ സംശയം. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ചെറിയൊരു ആട്ടം ഗൈസ്. ഇങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കഴിച്ചു പോട്ടെ. ഓ, ഇത് ആക്ച്വലി സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റിനെക്കാട്ടിൽ ദിസ് ഈസ് ബെറ്റർ ദാൻ സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ്. ഓ ദാറ്റ്സ് ഇറ്റ്. താങ്ക്സ് ഫോർ ദ റെക്കമെൻഡേഷൻ. ഈ പുള്ളിക്കാരനാണ് റെക്കമെൻഡ് ചെയ്തത് ഗൈസ്. താങ്ക് യു. അപ്പോൾ എന്തായാലും പുള്ളി റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഇത് ഞാൻ എടുത്തത് തന്നെ. സോ കിടിലൻ ടേസ്റ്റ്, മസ്റ്റ് ട്രൈ ആണ്. ഇത് സീസണലാണ്, ചിലപ്പോൾ ഇനി കിട്ടാൻ ചാൻസ് ഇല്ല, തീർന്നു പോയി കഴിഞ്ഞാൽ. സോ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ഞാൻ വെച്ചാൽ ചുമ്മാ തള്ളുന്നതായിരിക്കും മൾബറി തീർക്കാൻ വേണ്ടി വല്ല പരിപാടി ചെയ്തത്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ടേസ്റ്റ്. നിങ്ങൾക്ക് സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് ഇരട്ടിയിൽ ഇഷ്ടപ്പെടും. സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റിനെക്കാളും അധികം മധുരവും ഇല്ല. ഞാൻ വിചാരിച്ചു ഭയങ്കര മധുരമായിരിക്കും, പക്ഷേ
ഒട്ടും ഭയങ്കര ഓവർ പവറിങ് ഒന്നുമില്ല. ഗുഡ് ചോയ്സ് ഗൈസ്. എന്തായാലും അവൻ റെക്കമെൻഡ് ചെയ്ത സാധനം അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇത് കഴിച്ചു തരാം ഗൈസ്. ബൈറ്റ്. അങ്ങനെ ഗൈസ്, നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ഡോക്ടർ ദിയ ഈസ് ബാക്ക് വിത്ത് കല്ലുമ്മക്കായ്. ഏതോ ഫെയറിൽ നിന്ന് എന്തൊക്കെയോ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. പാവല്ലേ നേരി ഒന്ന് കൊണ്ടുവന്നതാ. അതെന്തോ ഒരെണ്ണമാണോ വാങ്ങിച്ചോണ്ട് വന്നത്? 2 എണ്ണം. കുട്ടനില്ലല്ലോ, കുട്ടൻ പോയി ചൂടാക്കിട്ട് വരാം. അപ്പൊ കല്ലുമ്മക്കായും പിന്നെ എന്തോ ഒരു ബ്രൗണി. ശില്പ ഫ്രണ്ടിന്റെ ബ്രൗണി ഇതാണോ? അതന്നെ ബ്രൗണി. ഇത് അവളുടെ ഫ്രണ്ടിന്റെ ഏതോ കടയിൽ നിന്ന് വാങ്ങിച്ചു ബ്രൗണി. ഓ, ഞാനിപ്പോ ആ മൾബറിയൊക്കെ തിന്നിട്ട് വന്നോണ്ട് എനിക്ക് അനങ്ങാൻ വയ്യ കേസ്, ചത്ത്. അയ്യോ, നാളെ പോലെ ഡയറ്റ്. ഇന്ന് വൈകുന്നേരം ജിമ്മിൽ മറ്റേ ട്രെയിനർ വരും. അവനും കുറച്ച് മടി പിടിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അന്ന് പോയതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല. അപ്പം ഇന്നെന്തായാലും അവനെ ഞാൻ പറഞ്ഞു വൈകുന്നേരം വന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ 4 മണിയാകുമ്പോൾ പോരും. അപ്പം 4 തൊട്ട് 5 വരെ 1 മണിക്കൂർ ട്രെയിൻ ചെയ്യാന്നുള്ള പ്ലാനാണ്. പയ്യെ ചെയ്യുന്നുള്ളൂ. ചെറിയ സ്ട്രെച്ചിങ്ങും പരിപാടിയും ചെയ്തിട്ട് ഇതാണ് അവൻ വന്ന് ബ്രൗണിയുടെ ഇടയിൽ വന്നിട്ട് അലമ്പ് കാണിക്കണം. ബ്രൗണി മണപ്പിക്കാൻ വന്നേക്കണം. ഇവിടെ അവിടെ ഭയങ്കര നോസി ക്യാരക്ടറാണ്. എല്ലാം മണപ്പിക്കണം അവന്. വീട്ടിൽ പുതുതായിട്ട് എന്ത് സാധനം വന്നാലും ആൾ വന്നാലും എല്ലാം മണപ്പിക്കും. ഈ വീട്ടിൽ അവൻ്റെ കൂടെ ഇല്ലാത്തൊരു സ്ഥലമില്ല. എനിക്കാണെങ്കിൽ ബ്ലാക്ക് ഷർട്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഇപ്പം കംപ്ലീറ്റ് വെള്ള ഷർട്ടാവും ഒറ്റയടിക്ക്. അവൻ്റെ കേസ് പറഞ്ഞത് ഇവിടെ ഒന്ന് കറുത്ത ഷർട്ട് ഇടാൻ വയ്യെന്ന്, മൊത്തം വെളുത്ത ഷർട്ടാക്കി തരുന്നവൻ. ജുഗുഡു ബേബിയാണ്, ജുഗുഡു ബേബി. ജുഗുഡു എനിക്കൊരു സാധനം തട്ടേടാ. ഇവിടെ എന്റെ ബെഡ് വെച്ചൊന്നും കൊടുക്കല്ല. ഇവിടെ ഇപ്പൊ ഞാൻ പോയപ്പോഴാണ് ബെഡ്ഷീറ്റാണ് ഇത് ബാഗ് കിടക്കുക. ഇവന് കൊടുക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്, അല്ല നിങ്ങളെ കാണാൻ വേണ്ടിട്ടല്ല വന്നത്. പൂച്ചയ്ക്ക് തിന്നാനുള്ള സാധനങ്ങളുണ്ടോ? ഭയങ്കര വില കൂടിയ ട്രീറ്റ്സ്. അതാണ് ഇത്. എന്റെ ബബ്ലുവിന്റെ ആണ്. ഞങ്ങളെ വില കൂടിയ പൂച്ച തിന്നുന്ന സാധനമാണ് പാവപ്പെട്ട ഇവനും. അതുകൊണ്ട് പോലും വയ്യ. ജഗുവിനെ എടുത്തത് മടിയില്ല, ഇല്ലെങ്കിൽ എന്റെ ബെഡിലേക്ക് ആക്കുക. അവൻ തുപ്പും. അവൻ തിന്നൂല കേട്ടാ. അവൻ തുപ്പും. എന്റെ ബെഡിലൊക്കെ തുപ്പിയാ വേറെ ബെഡ്ഷീറ്റ് ഇല്ല. ഇല്ലല്ല, അവൻ കഴിക്കൂല. കഴിക്കുന്നുണ്ടോ മുനാന്ന് പറഞ്ഞിട്ട്? കഴിക്കുന്നുണ്ടോ? കഴിക്കുന്നുണ്ടോ? നിങ്ങൾ നല്ല ഫുഡൊന്നും അവന് കൊടുക്കാറില്ല. കൊടുത്താ അവൻ തിന്നൂലടി. കണ്ട ഗുഡു ഗുഡാന്ന് കഴിക്കുന്നുണ്ടോ? പാത്രത്തിൽ വെച്ച് കയ്യിലാവേ. അത് നമുക്ക് കഴിക്കാം, എന്നിട്ട് കൊടുക്കാം. താങ്ക്സ് ചേച്ചി. ജസ്റ്റ് പൂച്ച ആക്രാന്ന് മുഖത്ത് തിന്നത്. ഇതാണ് ഗൈസ്. ഞാൻ ഇതൊരിക്കലും തിന്നിട്ടില്ല. നല്ല അലർജി ഉണ്ടാവുമെന്നോ എനിക്ക്. എവള് തിന്നിട്ട് ഗൈസ്. എവളെ ഫേവറേറ്റ് സാധനമാണ് കല്ലുമ്മക്കായ. കളാവോ? നല്ല ഗുണമുണ്ടോ? അടിപൊളി. ഉറപ്പാണ്. നല്ല അലർജി വരുമെന്തോ എനിക്ക് അറിഞ്ഞൂടാ. എന്റെ കേസ് ഞാൻ ഇതൊക്കെയാണ് കഴിക്കാത്തൊരു ഐറ്റം. അടിപൊളി. 2 എണ്ണേ വാങ്ങിച്ചുള്ളൂ. എച്ചി കഴിച്ചോട്ടെ. ഇയാള് കഴിക്കും. ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഞാൻ ചുറ്റിനെ കാണാൻ വേണ്ടി വന്നതാ. നല്ല എരി. നല്ല എരിയാ. നീ കഴിച്ചോടാ. ഇത് മാവാണല്ലോ. അവിടെ വല്ലതും വെച്ച് തുപ്പിയാ നോക്കിയാ അവന് വീടി നിനക്ക് വീടി. പക്ഷെ തിന്നണുണ്ട് കേട്ടാ. ഞാൻ മതിയായി. ഞാൻ പറഞ്ഞു എത്രയൊക്കെ തിന്നുള്ളേ. നീ കഴിച്ചോ. അവന് മതിയായി. അവനെ ഇൻട്രസ്റ്റ് പോയി കേട്ടോ. കല്ലുമ്മക്കായ മണം അടിച്ചാണ് നിന്റെ. അതായിരിക്കും. കല്ലുമ്മക്കായ വെച്ച് കഴുകിയിട്ട് വരണേ. എന്നാ ഇതും കൂടെ തിന്നോ. വേണ്ട, എനിക്ക് മതിയായി. ഭയങ്കര എരി. കൊള്ളാം കേട്ടോ. പക്ഷേ സാധനം എനിക്ക് ഇതുപോലെ കാലിക്കട്ടോ കണ്ണൂരാ പോയി തിന്നണായിരിക്കും നല്ലത്. നല്ല എരി. കൊള്ളാം കേട്ടോ ഈ കല്ലുമ്മക്കായ സാധനം. അവളുടെ ഫ്രണ്ടിന്റെ കടയാണ് ഈ ബ്രൗണി. പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ട്രൈ നോക്കാം. ചെറിയ ചാവും. എന്താ എനിക്കിത്ര ഒരു കടി അടിക്കാനുള്ള ആരോഗ്യമുള്ളൂ. ട്രെയിനർ ഇത് ചോക്ലേറ്റ് ചിപ്പ്, ബ്രൗണി, ഡേറ്റ്സ്, പിന്നെ എന്തോ ഒരു നട്ട്സോ എന്തോ ഒരു സാധനം കൂടെ, ഇൻഡൾജോ അങ്ങനെ എന്തോ ഒരു വേർഡും കൂടെ പറഞ്ഞു. എന്തോ ഒരു ഇംഗ്ലീഷ് വേർഡ്. കട്ടിയുള്ള ഒരു വേർഡായിരുന്നു. ഇൻഗ്രീഡിയന്റ് അല്ലാന്ന് മനസ്സിലായി. അതല്ല, അതായിരുന്നു എനിക്കറിയായിരുന്നു. എന്തൊക്കെയോ ഇൻഡൾജ്ഡ് ആണെന്ന് എന്തോ പറഞ്ഞു. ഇൻഫ്യൂസ്ഡ് എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, മറിച്ച് നിന്റെ അടുത്ത് അത് വാങ്ങിച്ചോണ്ട് വന്ന്. ഇതിന്റെ പേരെന്തോന്നാണ് ഈ ബേക്കറിയില്? ഹോം മെയ്ഡ് ആണെങ്കിലും ബേക്കറിന്റെ പേര് കാണുമല്ലോ. ശില്പ ബേക്കേഴ്സ് എന്നാണ് ബ്രൗണി വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നത്. സാധനം കൊള്ളാൻ കഴിച്ചു. എനിക്ക് കല്ലുമ്മക്കായ ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളെ ഇവിടെ ഒരു കടയിൽ കല്ലുമ്മക്കായ കിട്ടുന്നു. അച്ചേറാറ്റ പൈപ്പിൻ പോണ വഴി. അല്ലല്ല, രാത്രി നല്ല ഫ്രഷ് ആയിട്ട് മട്ടൻ സൂപ്പും കല്ലുമ്മക്കായും. അതൊക്കെ ഉണ്ട് സ്ഥലം. ഇപ്പൊ എന്തായാലും പോണില്ല. ഇപ്പൊ ഞാൻ ജിമ്മിൽ പോണം. വൈകുന്നേരം എന്റെ ട്രെയിനർ വരും കേസ്. അത് കഴിഞ്ഞിട്ട് അവന് മതിയായടി. അവ എനിക്ക് കഴിക്കും തോന്നുന്നു. ഫെറേറോ റോസ്റ്ററാ. ഇതൊരു സ്പെഷ്യൽ സാധനം. ഗുണ്ടൂസാകും മിക്കവാറും ഇതൊക്കെ കഴിച്ചു. അപ്പൊ നല്ല സ്ലിം ബ്യൂട്ടി. പറ്റില്ല. തറയിൽ തള്ളിയിട്ടേക്കുന്നത്. തറയിട്ടേക്കുന്നു. അറിഞ്ഞൂടാ ഇത് ഫുഡാണ്. നീ എന്താ കളിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത്? പിന്നെ എന്തോ കണ്ടറിയാം. ഇത് തന്നെ ഡ്രൈ ഫുഡ് അല്ലേ ഇത്? അല്ല, ഇത് ചോക്ലേറ്റ് ഫ്ലേവറാ.
ചോക്ലേറ്റ് അല്ല എന്തോ സ്പെഷ്യൽ ഫ്ലേവറാ. ഗുഡു ഓ ഇവന് ഫുഡൊക്കെ ഇഷ്ടമുണ്ട് കേട്ടോ. ഇപ്പൊ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടണത്? നിങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കുന്നത്? ഇതൊക്കെ ഓൺലൈൻ. ഷെബ മറ്റേ റോംസാൻ റാക്സിന് കിട്ടും. എന്റെ അമ്മേ നല്ല മടാൻ തിന്നുന്നുണ്ട് കേട്ടാ. ഇഷ്ടപ്പെട്ടു. ഇനി ചവർ ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക. ഷെബ ഇതൊക്കെ ബബ്ലുവിന് ഭയങ്കര ഇഷ്ടം. ഇമ്മ ലിങ്ക് അയച്ചു തന്നാൽ മതി, നമ്മൾ ഓർഡർ ചെയ്യാം. മറ്റേ അവന് ഒരൊറ്റ ഫുഡാണ് ഇമ്മ വാങ്ങിച്ചു കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ ചോക്ലേറ്റ്സ് കഴിക്കുന്ന പോലെ അവനും ചോക്ലേറ്റ്സ് കൊടുക്കണം. ചോക്ലേറ്റ് അല്ല ഇത്, സോറി, നമ്മുടെ ജങ്ക് പോലെ അവരുടെ ട്രീറ്റ്സ് ആണ്. മടാ തിന്നേ. നമ്മള് പിന്നെ പണ്ട് പോലെ പൂച്ചയെ വളർത്തി ശീലമുള്ളതുകൊണ്ട് ഇതൊക്കെ അറിയാം. അവന് അതാണ് ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു കൂടുതൽ. കഴിക്കുന്നുണ്ട് ആശ. ഓ ഇവ ഇങ്ങനെ മറ്റേ ഫുഡ് പോലും തിന്നാറില്ല. ഇതുവല്ലോ വാങ്ങിച്ചു കൊടുക്കണതാണ് നല്ലതാട്ടാ. ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഷെബ കടിച്ച് മുറിച്ചൊക്കെ ഇട്ട് പല്ലൊക്കെ ഇപ്പോഴാണ് അവന്റെ വർക്ക് ചെയ്ത് തുടങ്ങിയത് തന്നെ. അത് ഇഷ്ടപ്പെട്ടില്ല കേട്ടാ. ഞാൻ പറഞ്ഞില്ലേ ഇവൻ വെറ്റ് ഫുഡ് അധികം കഴിക്കും. അവന് മതിയായി, ഇനി മതി, ബാക്കി പിന്നെ കൊടുക്കാം. നീ തന്നെ ക്ലീൻ ചെയ്യും. അങ്ങനെ ഗൈസ് നമ്മൾ കാറൊന്ന് വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഷാസ് ഇവിടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും സമയം കിട്ടിയില്ല ഗൈസ്. ഫുൾ ടൈം ഓട്ടോ ആയതുകൊണ്ട് കുറച്ച് നാളായി കാറ് വാഷ് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് കാറങ്ങ് വാഷ് ചെയ്യാൻ, നല്ല ചെളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊന്ന് കഫിക്കാനേ പോയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഇവൻ പോയപ്പോൾ ഗൈസ് വീട് ഉറങ്ങി മൊത്തത്തിൽ ബോറടിച്ചിട്ടൊരു വഴിക്കായി. ആരും ഇല്ല, പെട്ടെന്ന് ഈ എല്ലാവരും ഉള്ളപ്പം നമുക്ക് പെട്ടെന്ന് ഒരാൾ പോകുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കട്ടക്ക് വീണ്ടും പഴയ പോലെ മറ്റേ കഫിക്കാന സാധനത്തിലായിരിക്കും പോയി ഞാൻ നിൽക്കുന്നത്. അല്ലേ അവിടെ പോയി നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ അവിടെ ആൾക്കാരോട് സംസാരിച്ചിരിക്കുമ്പം നമ്മൾ ആ ഒരു ഇത് മാറും കുറച്ചൊക്കെ പയ്യെ. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നേരെ കഫിക്കാനേ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഐ മിസ് മൈ ബ്രദർ. അപ്പോൾ അവൾ ദിയയും സോനും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും അവനുള്ളപ്പം സമയം പോകണം അറിയില്ല. ഇത്രയും ദിവസം പോയത് അറിഞ്ഞില്ല. എനി വിച്ച് വേസ് ഇതൊന്ന് കാറൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ വൈറ്റിലാണ് വന്നേക്കണം. വിവാ ഗ്ലോസ് ഇവിടെ തന്നെയാണ് ഞാൻ എപ്പോഴും വരുന്നത് കാർ വാഷ് ചെയ്ത്. സോ ഇത് കഴിഞ്ഞിട്ട് നേരെ കഫിക്കാനേ പോകാം ഗൈസ്. അവിടെ കാണാം. ബൈ. അങ്ങനെ ഗൈസ് ഞാൻ കഫിക്കാനയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ വന്നൊരു യൂസുവും പറഞ്ഞു, ഒരു പാസ്തയും പറഞ്ഞു. പ്രോൺസിൻ്റെ പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. പ്രോൺ ഗംബ്രോണി എന്ന് പറഞ്ഞൊരു സാധനം, അടിപൊളി പാസ്തയാണ് ഗൈസ്. അതും കഴിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ്. കോഫി ഷോപ്പിൽ ഒരു മനുഷ്യല്ല. ദിസ് ഈസ് ഹൗ ഐ ലൈക്ക് ഇറ്റ്. അതുകൊണ്ടാണ് കഫിക്കാനെ വരുന്നത് മെയിൻലി. ചില സമയത്ത് ഇവിടെ വരുമ്പോൾ ഉണ്ടല്ലോ നല്ല സമാധാനമാണ്. ഇപ്പോൾ പാട്ടുണ്ട്, കോപ്പിറൈറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് അവിടെ ക്രിക്കറ്റ് നടക്കുന്നുണ്ട് മുകളിൽ, അതും കൂടെ കാണണം കുറച്ച്. വേറെന്തോ ഗൈസ് കുറച്ച് ഇത്തിരി എന്താ പറയുക, ബോറടിച്ച് ഭ്രാന്താവുന്നു. വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ വട്ടാവും. ഒന്ന് വീട് ഒരുമാതിരി ഒഴിഞ്ഞ പോലെയാണ് ഇരിക്കണം. അതുകൊണ്ട് ജസ്റ്റ് കഫിക്കാനേ വന്നതാണ്. അപ്പോൾ എന്തായാലും ഫുഡ് വരട്ടെ ഗൈസ്, കാണിച്ചു തരാം. പിന്നെ ഗൈസ് എനിക്കറിയാം ചിലർ മെസ്സേജ് അയച്ചാൽ എനിക്ക് ഈ കണ്ണാടി തൊടുന്ന പരിപാടി ഞാൻ ഇങ്ങനെ തൊടുന്നത് ടെൻഷൻ കാരണമാണ് ഗൈസ്, മനഃപൂർവ്വമല്ല. മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ ഒരു പബ്ലിക് സ്പേസിൽ നെർവസ്നെസ് കാരണം അല്ല, അതിപ്പോൾ തന്നെ ഉണ്ടല്ലേ അങ്ങനെ വരുന്നതാണ്. സോ കൈൻഡ്ലി എക്സ്ക്യൂസ് ഗൈസ്. പതുക്കെ ഇത് മാറിക്കോളും. അപ്പോൾ തന്നെ ഉണ്ടല്ലേ ആൾക്കാർ വന്നപ്പം ആൾക്കാർ വന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ചെറിയതായിട്ടൊരു നെർവസ്നെസ് അടിക്കുന്നത്. അങ്ങനെ ഗൈസ് യൂസ് വന്നിട്ടുണ്ട്. യൂഷ്വൽ സാധനം. ഷാസ് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആയിരിക്കും ഗൈസ്. അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. പോയി കഴിഞ്ഞാൽ നേരെ വരുന്നു, ഫുഡ് അടിക്കുന്നു. ഇത് പാസ്തയും വന്നു ഗൈസ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്വിനിയിലാണ് ചെയ്യുന്നത്. ഇന്ന് ലിങ്ക്വിനി കുറവായതുകൊണ്ട് സ്പെഗറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. പ്രോൺസ് പാസ്തയാണ്. സോ ഇന്നത്തെ ഡിന്നർ അതാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പതുക്കെ ഡിന്നർ സ്കിപ്പ് ചെയ്ത് തുടങ്ങണം. കുറച്ച് ഏർലി ഡിന്നർ ആക്കണമെന്നൊരു പ്ലാനുണ്ട്. ഞാൻ എന്തായാലും ഒന്ന് കഴിക്കട്ടെ, ടേസ്റ്റ് നോക്കിയിട്ട് വരാം. ലൈക്ക് തംബ്നെയിൽ സേസ് ബാക്ക് ടു മൈ യൂസു ഡേയ്സ്. ഇനിയിപ്പോൾ എന്തൊക്കെ വ്ളോഗ് ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മാക്സിമം ഞാൻ ശ്രമിക്കാം ഗൈസ്. ദിയയും സോനും ഒക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഇടാം. പിന്നെ കാർത്തിയും ഫ്രീ ആകുമ്പോൾ അവനും വരുമല്ലോ. സോ ഫുഡ് എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടില്ല. ഇപ്പോൾ വർക്കൗട്ട് തുടങ്ങിയുകൊണ്ട് കുറച്ച് സേഫായിട്ട് തിന്നാം. എന്തായാലും കൊളസ്ട്രോൾ ഒന്ന് കുറയ്ക്കണം ഗൈസ്, അതും കൂടെ ഒരു ടാർഗറ്റായിട്ടുണ്ട്. പിന്നെ കഴുത്ത് ചെറിയ വേദനയുണ്ട്, കാരണം മസിൽ ഭയങ്കര ഒരു ടൈറ്റ്നെസ്. അപ്പോൾ അതും സെറ്റാക്കി എടുക്കണം. അപ്പോൾ എന്നാലും ഗൈസ് ഡിന്നർ ഒന്ന് കഴിച്ചു നോക്കട്ടെ, എന്താ വരാം. അപ്പോൾ ഇതാണ് ഗൈസ് പാസ്ത, ബേസിൽ പെസ്തോ സോസ് ചേർത്ത ബ്രെഡ്. കഴിച്ചു നോക്കാം. വലിയ പ്രോൺസാണ് അല്ല, ഇത് മൊത്തം സ്പെഗറ്റിയാണ് ഗൈസ്. ലിങ്ക്വിനി കാണുന്നില്ല, അവർ മിക്സ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഐ ഫീൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി സ്പെഗറ്റി. ഒന്ന് കഴിച്ചു നോക്കട്ടെ ഗൈസ്. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് ചൂട് പോയിട്ട് കഴിക്കാമെന്നുള്ള പ്ലാൻ ചെയ്തിരിക്കുന്നു. ആരെങ്കിലും ഇവിടുത്തെ പ്രോൺസ് പാസ്ത കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്, കഫിക്കാനയിൽ വന്നിട്ടുള്ളവരെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു സേഫ് സ്പേസ് ഇതാണ്. അപ്പോൾ ഗൈസ് പാസ്ത ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സത്യം പിന്നെ ടേസ്റ്റ് പറഞ്ഞാൽ ഒരു ടൊമാറ്റോ ബേസ്ഡ് സോസാണ്, പക്ഷെ കുറച്ച് സ്വീറ്റാണ്. സോ അതും പ്രോൺസും നല്ല കോമ്പിനേഷനാണ്.
സോ ഇഫ് എനിബഡി വാണ്ട്സ് ടു ട്രൈ ഇറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ ഒത്തിരി സ്പൈസ് ഒന്നും പ്രതീക്ഷിക്കരുത്. ടൊമാറ്റോയുടെ സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ ഉള്ള ഒരു സംഭവമാണ്. എന്നാൽ ചെറിയ ടൊമാറ്റോ ആണ്, അപ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ സ്വീറ്റ് ആയിരിക്കും. പാസ്ത പക്ഷേ വെൽ കുക്ക്ഡ് ഗൈസ്, അടിപൊളി. പ്രോൺസ് ഒന്ന് കഴിച്ചോട്ടെ. പ്രോൺസൊക്കെ നല്ല ആന വലിപ്പത്തിൽ വേണ്ട. പ്രോൺസ് ഒന്ന് കഴിച്ചു. ഇതാണ് വേണ്ട, നല്ല വലിയ പ്രോൺസിൻ്റെ പീസൊക്കെ കാണും. എന്താ യു സി ദിസ് ഇസ് ബിഗ് പ്രോൺസ്. ഓ നല്ല ജ്യൂസി പ്രോൺസ് ഗൈസ്, അടിപൊളി ടേസ്റ്റ്. ഐ ലൈക്ക് ഇറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് വെക്കണം എന്താ, സ്ട്രെസ് വരുമ്പോഴും ലോൺലി ആകുമ്പോഴും. അപ്പം എനിക്ക് ഫുഡാണ് എൻ്റെ ഗോ ടു റിസോർട്ട്. അപ്പം ഇനി എന്തായാലും ഞാൻ പയ്യെ പയ്യെ കുറയ്ക്കണം ഗൈസ്. എന്തായാലും വർക്കൗട്ട് ഞാൻ എന്തായാലും സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പ്ലാൻ. അതിനോട് ഡയറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഇതൊക്കെ കുറയും. അപ്പം എന്തായാലും ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ. അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നേരെ പോയി മെഡിസിനും കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. ആ മരുന്ന് കഴിച്ചിട്ടെങ്കിൽ ഇന്ന് നല്ല ഉറക്കം വരുമെന്ന് വിശ്വസിക്കുന്നു. ബിക്കോസ് ഇന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തായിരുന്നു വൈകുന്നേരം. അപ്പോൾ അതിൻ്റെ ചെറിയ വേദനയാണോ എന്നെങ്കിൽ അതിലെ കഴുത്തൊക്കെ നല്ല സ്റ്റിഫാണ് ഗൈസ്. കുറേ നാളായല്ലോ വർക്കൗട്ടൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും മസിലൊക്കെ നല്ല രീതിയിൽ പെയിന് 2 ദിവസത്തേക്ക് ഉണ്ടാവും. സോ എന്തായാലും ഇന്ന് മരുന്നും കഴിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് അങ്ങനെ ഉറങ്ങാമെന്നുള്ള പ്ലാനാണ്. നോർമലി ഞാൻ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും രാത്രി മൊത്തം. അപ്പോൾ അത് ഇന്ന് മുതലൊന്ന് മാറ്റാമെന്നുള്ള പ്ലാനിലാണ് ഗൈസ്. അപ്പം എഡിറ്റിംഗ് ഒക്കെ രാവിലെ തന്നെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ ഉള്ളത്. ബിക്കോസ് നോർമലി ഞാൻ രാത്രിയൊക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഇനി ഉറക്കം കളഞ്ഞിട്ടുള്ള പരിപാടിയില്ല ഗൈസ്. ബിക്കോസ് ഹെൽത്ത് കുറച്ചൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് ഇനി അങ്ങോട്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊക്കെയാണ് എൻ്റെ പ്ലാൻ എന്നുള്ളത്. പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നോക്കാം എന്തെങ്കിലുമൊക്കെ ഞാൻ സെറ്റാക്കാം ഗൈസ്. ഡെയിലി വ്ളോഗ് എനിക്ക് അറിഞ്ഞുകൂടാ എത്രത്തോളം കണ്ടൻറ് ഉണ്ടാവും എന്നുള്ളത്. പക്ഷേ ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് കൺസിസ്റ്റൻ്റ് ആവാനായിട്ട്. അപ്പോൾ ശരി ഗൈസ്, ടേക്ക് കെയർ. അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടാറ്റ, ബൈ.